ഞാൻ ജസ്റ്റ് ഒന്നുകൂടി റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോ പിന്നെ ഒന്നുകൂടെ മനസ്സിലായെങ്കിൽ നമുക്ക് അതിന്റെ മുകളിൽ തുടങ്ങാം. അല്ല, മനസ്സിലായിട്ടില്ലെങ്കിൽ അതിന്റെ മുകളിൽ തന്നെ ഒന്നുകൂടെ തുടങ്ങാം. എങ്ങനെ ആയിഷക്ക് മനസ്സിലായോ? ആയിഷ, ഞാനിപ്പോ ചെയ്ത ആ ഇക്വേഷൻ? വെരി ഗുഡ്. വാട്ട് അബൌട്ട് അബ്ദുൽ ബാസിത്ത്? അബ്ദുൽ ബാസിത്ത് പോയോ? ഷാനവാസ്? ഓക്കെ, അബ്ദുൽ ബാസിത്ത് ഓൾറെഡി ഓക്കെ ഇട്ടിട്ടുണ്ട്. ഷാനവാസ്? ഷെയർ ചെയ്തത്. ഓക്കെ, നമുക്ക് ഇനി റൈറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇപ്പൊ ലെങ്ത് നമുക്കറിയാം എന്തിനാ യൂസ് ചെയ്തത്. മൊത്തം ലെങ്ത്, ഒരു ടെക്സ്റ്റിന്റെ മൊത്തം ലെങ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെങ്ത് ഫംഗ്ഷൻ ഉപയോഗിച്ചത്. ഇനി നമ്മൾ റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് സൗദി റിയാൽ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് ഏതായാലും 25.65, 12.75. ഇതിലെ ഫിൽസ്, അല്ലെങ്കിൽ നമ്മൾ ഇതിലൊക്കെ പറയും ഫിൽസ് എന്ന് പറയും, അല്ലെങ്കിൽ ഹലാല എന്ന് പറയും സൗദിയിൽ, അല്ലെങ്കിൽ പൈസ എന്ന് പറയും ഇന്ത്യൻ റുപ്പീസിൽ. ഓക്കെ, ഇത് എത്രയാന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാം. അങ്ങനെ ഞാൻ ഉപയോഗിച്ചത് കാണിച്ചത്. ഞാൻ ഇവിടെ വരും, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഏരിയയിൽ ഈക്വൽസ് എന്നിട്ട് സൈൻ ഇട്ടു. നമുക്ക് എന്താണ് വേണ്ടത്? റൈറ്റ്, RIG. കണ്ടോ, RI നിട്ടപ്പോ തന്നെ റൈറ്റ് വന്നിട്ടുണ്ട്. ഇനി എന്ത് ഉപയോഗിച്ചാൽ മതി? ടാബ് ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ മതി. ടാബ് എന്നുള്ള ഫംഗ്ഷൻ ഇല്ല കേട്ടോ, ടാബ് എന്നുള്ള നമ്മുടെ ബട്ടൺ ഉപയോഗിച്ചാൽ മതി. ടാബ് ഉപയോഗിച്ചു. ഇനി ചോദിക്കുന്നു ടെക്സ്റ്റ്, ഏത് ടെക്സ്റ്റിന്റെ റൈറ്റ് ആണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ഈ ടെക്സ്റ്റിന്റെ റൈറ്റ് ആണ് അറിയേണ്ടത്. എന്നിട്ട് കോമ. ഇനി ചോദിക്കും നമ്മോട് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, എത്ര ക്യാരക്ടർ നിങ്ങൾക്ക് അറിയണം? എനിക്കതിന്റെ പൈസ 2 ക്യാരക്ടർ ഉണ്ടാവും, 2. എന്നിട്ട് ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. ഇപ്പൊ കണ്ടോ, 65 ഹലാല അല്ലെങ്കിൽ 65 പൈസ എന്നുള്ളത് വന്നു. ഇനി എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത പോലെ തന്നെ ബോട്ടം കോർണറിൽ വരുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. സോറി, ഓക്കെ. ഇപ്പൊ കണ്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോ താഴത്തോട്ട് അത് ഓട്ടോ ഫിൽ ആയിട്ട് വന്നു. ഇനിയും ഞാൻ കുറച്ചധികം നമ്പർ ഉണ്ടെന്ന് ഇരിക്കാം, 56.87, 67.43 ഒക്കെ ഉണ്ടെന്നില്ല. ഇതേപോലെ നമ്മൾ ബോട്ടം കോർണറിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ മൊത്തം ഫില്ലായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതാണ് റൈറ്റ് ഫംഗ്ഷൻ. ഇപ്പൊ റൈറ്റ് ഫംഗ്ഷൻ എന്തിനാ ഉപയോഗിച്ചത്? ഞാൻ ചെറിയ സിമ്പിൾ സംഗതിക്കാണ് ഞാനിപ്പോ കാണിച്ചത്. നമ്മൾ ഹലാല അല്ലെങ്കിൽ പൈസ എടുക്കുന്നത് അതിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചു. ഇനിയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടത് അപ്പോഴായിരിക്കും നിങ്ങൾക്ക് തോന്നുക ഇവിടെ റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പോ റൈറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പറയൂ. ഞാൻ സ്റ്റോപ്പ് ഷെയർ ചെയ്യട്ടെ ഒരിക്കൽ കൂടെ. റൈറ്റ് ഫംഗ്ഷൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓക്കെ ഇട്ടാൽ മതി, അത് ഓക്കെ ഐക്കൺ ഇട്ടാൽ മതി. അല്ലെങ്കിൽ പറയുകയും ചെയ്യാം ഓക്കെ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെയാണ്. ബാക്കിയുള്ളവർ പറയും. ബാക്കി വെരി ഗുഡ്. അബ്ദുൽ ബാസ്, വെരി ഗുഡ്. വാട്ട് അബൌട്ട് ആയിഷ? റഷീദ് വാഴക്കാട്, വെരി ഗുഡ്. റഷീദ് ഖാൻ, ഇഫ് ഓക്കെ ജസ്റ്റ് ഓക്കെ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ ആണോ? അത് റിപ്പീറ്റ് ചെയ്യണോ? അത് റഷീദ് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ തോന്നുന്നു. ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് എന്താണ് കാരണം മീറ്റിംഗിലായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ ആ റൈറ്റ് ഫംഗ്ഷൻ ഒന്നും കൂടി പറയാം. ഇപ്പൊ റൈറ്റ് എന്റെ ഇത് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പം കഴിഞ്ഞത് ലെങ്ത് ഫംഗ്ഷനും റൈറ്റ് ഫംഗ്ഷനുമാണ്. ഓക്കെ, അധികം ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല. റൈറ്റ് ഫംഗ്ഷൻ എന്താണ് റൈറ്റ്? ഇപ്പൊ ഉദാഹരണത്തിന് സൗദി റിയാൽ നമുക്കുണ്ട് 25.65, 12.75, അതുപോലെ ഇത്രയും കുറെ റുപ്പീസുകൾ നമ്മൾ, അല്ലെങ്കിൽ റുപ്പീസ് അല്ലെങ്കിൽ സൗദി റിയാൽ നമ്മൾക്കുണ്ട്. ഇതിന്റെ അകത്ത് നമുക്ക് ഹലാല അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ ഫീൽസ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പുറത്തേക്ക് എടുക്കണം.
ഇതിനു വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇപ്പൊ റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ ഉപയോഗിക്കാം. എന്താണോ റൈറ്റ് സൈഡിലുള്ള 2 ക്യാരക്ടർ നമ്മൾ പുറത്തെടുക്കുന്നു, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൈറ്റ് ഫംഗ്ഷൻ എടുക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ഇവിടെ പ്രാക്ടീസ് ഏരിയയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഈക്വൽ സൈൻ എടുത്തു, എന്നിട്ട് റൈറ്റ് RI എന്ന് റൈറ്റ് എന്ന് ഇവിടെ എഴുതി കാണിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ടാബ് എന്നിട്ടുള്ള നമ്മുടെ ബട്ടൺ ഉപയോഗിച്ചിട്ട് റൈറ്റ് വന്നു. അപ്പോൾ അതിന്റെ ഓപ്പൺ ബ്രാക്കറ്റ് വന്നു. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, കോമ. ഇനി എത്രയാണ് നമ്മോട് ചോദിക്കുന്നത്, നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എത്രയാണ് ചോദിക്കുന്നത്. നമുക്ക് വേണ്ട 2 ക്യാരക്ടറാണ്. 2 ഇട്ടു, പിന്നെ ക്ലോസ് ബ്രാക്കറ്റ് ഇട്ടു, എന്റർ ചെയ്തു. ഇനി നമുക്ക് ഇത് ഓട്ടോ ഫില്ല് ചെയ്യണം. കാരണം നമുക്ക് 1000-ഓളം ഡാറ്റ ഉണ്ടാവും ഇതുപോലെ. ഇതിന് നമുക്ക് ഇങ്ങനെ വലിച്ച് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോൾ സമയം എടുക്കും. അപ്പൊ എന്ത് ചെയ്യണം, ഇപ്പൊ കണ്ടോ നമ്മുടെ മൗസിന്റെ കോലം നല്ല തടിച്ചിട്ടാണ്. ഈ മൗസ് താഴെ ബോട്ടം കോർണറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് മെലിഞ്ഞിട്ടായി മാറും. കണ്ടോ, ലീനായിട്ട് മാറും. ആ സമയത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ കണ്ടോ, ഓട്ടോ ഫില്ലായിട്ട് താഴേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇതാണ് ഓട്ടോ ഫിൽ എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ റൈറ്റ് ഫംഗ്ഷനും പഠിച്ചു, അതുപോലെ ഓട്ടോ ഫിൽ എന്താണെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട് ഋഷി, മനസ്സിലായോ? മനസ്സിലായി.